ഔദ്യോഗിക വസതിയിലെ ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജിയാണ് ആക്രമണം നടത്തിയത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. രേഖാ ഗുപ്തയ്ക്ക് സാരമായി പരിക്കില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഏറെ നേരം വീടിന് സമീപം ചെലവഴിച്ച ശേഷമാണ് പ്രതി ആക്രമിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്രമിച്ച കേസിലെ പ്രതി രാജേഷ് കിംജിയെ തീസ് ഹസാരി കോടതിയിൽ ഹാജരാക്കി. ഇന്റലിജൻസും സ്പെഷ്യൽ സെല്ലും പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. ഡൽഹിയിൽ എത്തിയത് ആദ്യമായാണെന്ന് പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാണ് വിവരം. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളും. അജീഷ്, എന്തിനായിരുന്നു ഈ ആക്രമണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? വിവരങ്ങൾ. പ്രജന, ഇതുവരെയ്ക്കും എന്തിനാണ് ആക്രമിച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത പോലീസിന് വരുത്താൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നിലവിൽ പോലീസും ഒപ്പം തന്നെ ഇന്റലിജൻസും സ്പെഷ്യൽ സെല്ലും ഈ പ്രതിയെ ചോദ്യം ചെയ്തു. ഇയാൾ ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാളുടെ അമ്മയുടെ ഒരു പ്രതികരണം പോലീസ് ഇതിനിടെ പുറത്തു വന്നിരുന്നു. പോലീസ് ഈ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തി. ഈ അമ്മ പറയുന്നത് ഇയാൾക്ക് ഈ നായ്ക്കളോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിരുന്നു. ഈ ഡൽഹിയിലെ നായ്ക്കളെ കൂട്ടിലടയ്ക്കണമെന്നായിരുന്നു അന്നത്തെ ഉത്തരവ്. അത് ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ അത് നടപ്പിലാക്കണമെന്നും ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇയാളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നാണ് അമ്മയുടെ മൊഴി. ഇത് ആണ് ആക്രമണത്തിന് കാരണം എന്നുള്ളൊരു പ്രാഥമിക ഒരു സൂചന നിലവിൽ ഉണ്ട്. പക്ഷേ ഇത് ഉറപ്പുവരുത്തിയിട്ടില്ല. ഇതിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇയാൾക്ക് ആരെങ്കിലും പുറത്തു നിന്ന് സഹായിച്ചോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഈ പ്രതിയെ ഇപ്പോൾ തീസ് ഹസാരി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം പോലീസ് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് സാധ്യത. എന്തായാലും രേഖാ ഗുപ്തയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു. നിരീക്ഷണത്തിലായിരുന്നു വൈകിട്ട് വരെ. നേതാക്കളും MP-മാരും MLA-മാരും അടക്കമുള്ളവർ രേഖാ ഗുപ്തയെ ഔദ്യോഗിക വസതിയിൽ തന്നെ എത്തി കണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ഈ പ്രതി ഈ വീട്ടിന് മുന്നിൽ എത്തുന്നതിൻ്റെ, അവിടെ നിന്ന് കറങ്ങുന്നതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അവിടെ ചില ആളുകളോടൊക്കെ സംസാരിക്കുന്നു. ഒപ്പം തന്നെ അവിടെ നിന്ന് ആരെയും ഫോൺ വിളിക്കുന്നു. ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നു. അതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കരുതിക്കൂട്ടി തന്നെ ആക്രമിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി ഈ വീട്ടിലെത്തിയത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിലെ രാജ്കോട്ടിലും പോലീസ് എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട ഫോണിൽ ബന്ധപ്പെട്ടവരെയും പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.